കോഴിക്കോട് നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. കോഴിക്കോട് സെക്സ് റാക്കറ്റിന്റെ കെണിയിൽ കുടുങ്ങിയ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച ആളാണ് പിടിയിലായത്. ആസാം സ്വദേശിയായ പ്രതി ഒറീസയിൽ നിന്നാണ് പിടിയിലായത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിന് കഴിഞ്ഞ മാസമാണ് ഈ പെൺകുട്ടിയെ ഈ സുഹൃത്ത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ ഒഡീഷ സ്വദേശിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് പെൺകുട്ടിക്ക് 15,000 രൂപ മാസ ശമ്പളത്തിൽ കേരളത്തിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിലേക്ക് എത്തിച്ച് പെൺകുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയിരിക്കുന്നത്. 25,000 രൂപയ്ക്കാണ് മറ്റൊരാൾക്ക് പെൺകുട്ടിയെ കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പല ആളുകൾക്കും മുൻപിലും ഈ പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് പെൺകുട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ നിരവധി ആളുകൾ വരാറുണ്ടെന്നും തന്നെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രതി ഫോൺ വിളിക്കുന്നതിനായി ടെറസിലേക്ക് പോയ സമയത്താണ് പെൺകുട്ടി ഓടി രക്ഷപ്പെട്ട് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നു മുതലാണ് പോലീസ് പ്രതിക്കായുള്ള ഒരു അന്വേഷണം വ്യാപകമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിയെ ഒഡീഷയിൽ നിന്നും പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രതി പെൺകുട്ടിയെ എത്തിച്ച ലോഡ്ജ് മുറി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ലോഡ്ജ് മുറിയിൽ എത്തി പോലീസ് ഇപ്പോൾ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോഡ്ജ് ഉടമയുമായി മറ്റ് വിവരങ്ങളെല്ലാം തന്നെ തേടുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വിശദാംശങ്ങൾ, ഈ പ്രതിയുടെ പേര്, വിവരങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിയെ കേരളത്തിലേക്ക് എത്തിച്ച തെളിവെടുപ്പിനും അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ പിന്നിൽ മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനായുള്ള അന്വേഷണം എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനായി പ്രതിയെ ഇനി കോഴിക്കോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത നീക്കം. അതിനായുള്ള എല്ലാ നീക്കങ്ങളും പോലീസ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആതിര. ശരി അഭിന, കോഴിക്കോട് സെക്സ് റാക്കറ്റിന്റെ കെണിയിൽ കുടുങ്ങിയ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ സംഭവത്തിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച ആളാണ് പിടിയിലായത്. ആസാം സ്വദേശിയായ പ്രതി ഒറീസയിൽ നിന്നാണ് പിടിയിലായത്. ഗതാഗത നിയമലംഘനത്തിന് പിഴ ഒടുക്കണമെന്ന് സന്ദേശം അയച്ചു വാട്സപ്പിൽ തട്ടിപ്പ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത നിരവധി പേർക്ക്